ഉപേക്ഷ എന്ന് പറയുന്നത് സന്തോഷവും ദുഃഖവുമുള്ള സമയത്ത് ഉപേക്ഷ നിയന്ത്രിക്കുക. ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടല്ലോ, ജീവിതത്തിൽ ചില സന്തോഷം ഉണ്ടാകുമല്ലോ, അപ്പം നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ദുഃഖം ഉണ്ടാകും, നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ബദൽ. പക്ഷേ ഉപേക്ഷ എന്ന് പറഞ്ഞ സ്വഭാവം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് സന്തോഷം ഉണ്ടായാലും ജീവിതത്തിൽ ഏത് ദുഃഖം ഉണ്ടായാലും നമ്മളതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് പോകും. കാര്യം നമുക്കതിൻ്റെ കാര്യകാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അതെന്ത് കാര്യങ്ങൾ കൊണ്ടാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകും. അതല്ലെങ്കിൽ പൊട്ടിക്കരച്ചിലും സന്തോഷമായിരിക്കും. ദുഃഖം വരുമ്പോൾ വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയും, സന്തോഷം വരുമ്പോൾ വീട്ടിൽ കിടന്ന് ബഹളം വെക്കുന്ന കാണാം. വീര്യം വളരെ വീര്യത്തോടെ ഇരിക്കുക. അതിൻ്റെ അലസത വളരെ അലസതയായിരിക്കും. നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളും സമയത്തിന് പോയി ചെയ്യാതെ അലസമായിട്ടിരിക്കും. 11 മണിക്ക് പോകാം, 12 ഉച്ച കഴിഞ്ഞ് പോകാം, 3 മണിക്ക് ചേട്ടാ പോയി സാധനം മേടിച്ചിട്ട് വരുന്നുണ്ട്, വൈകിട്ട് 5 മണിക്ക് പോയി മേടിക്കാം, നാളെ മേടിക്കാം. നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മളങ്ങ് തള്ളി നീക്കി കളയുന്നുണ്ട്. അതെന്താ, നമ്മളുടെ ഉള്ളിൽ അലസത പിടിച്ചു കഴിഞ്ഞു. അതിനർത്ഥം നമ്മുടെ വീര്യം ഡൗൺ ആയി തുടങ്ങി. എത്രയോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുന്നു, എത്രയോ കാര്യങ്ങൾ. പക്ഷേ വീര്യം ഡൗൺ ആയി എന്നുള്ളതാണ്. അന്ധശ്രദ്ധ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു രീതിയിലേക്ക് വരും. നമുക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞ വാക്കിനെന്താ, എന്ന് പറഞ്ഞാൽ എന്താ, വയ്ക്കുക, ഹൃദയം, ഇതാ ശ്രദ്ധ, ഈ വാക്ക് ശ്രദ്ധ, വയ്ക്കുക, ഹൃദയം. അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഈ ആശയത്തെ, ഈ ഗുരുക്കന്മാരെ ഹൃദയപൂർവ്വം നമ്മൾ ഇവരെ സ്വീകരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളതല്ല ഹൃദയപൂർവ്വം മനസ്സിലാക്കുന്നത്, നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ, ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്നു. A to Z നമുക്കറിയാം. പക്ഷെ ഹൃദയം വളരെ ചെറുതായിരിക്കും, വളരെ കുഞ്ഞ് ഹൃദയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൊമ്പരപ്പെടത്തില്ല. നമ്മൾ ബുദ്ധിപൂർവ്വം അതിനെ എപ്പോഴും നാക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരിക്കലും ഹൃദയപൂർവ്വം കാണത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുദ്ധിപൂർവ്വം പറയാം, എന്തിനാ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതൊന്നും ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ബുദ്ധിപൂർവ്വം പറയാം. പക്ഷേ ഇതെങ്ങനെ അണിയിച്ചൊരുക്കുന്നത്, ഹൃദയപൂർവ്വം വികസിക്കാൻ വേണ്ടി ഇതെല്ലാം അണിയിച്ചൊരുക്കുന്നത്. ഞാനൊരു ബുദ്ധിസ്റ്റായിട്ട് ജീവിച്ചാൽ പോരെ, എന്തിനാ ബുദ്ധൻ്റെ ഒരു പ്രതിമ എനിക്കെന്തിനാ, അങ്ങനെ ബുദ്ധിപൂർവ്വം പറയാം. പക്ഷേ നമ്മൾ ഹൃദയപൂർവ്വം കൂടി അതിനെ വളർത്തിയെടുത്തില്ലെങ്കിൽ ഇവിടെ അന്ധശ്രദ്ധ വളരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ജാഗ്രത, അശ്രദ്ധ. ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ, അശ്രദ്ധ. ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നിട്ടുള്ള എത്ര പേരുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് വരുമ്പോൾ വളരെ ജാഗ്രതയായിരിക്കും. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ കുഞ്ഞുണ്ട്, പുറകിൽ വൈഫുണ്ട്, നമ്മൾ വളരെ ജാഗ്രതയോടെ ഓടിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഈ ഹൈവേയുടെ പണി നടക്കുമല്ലേ, നിങ്ങൾ തനിച്ചു പോകണമെങ്കിലും നമ്മൾ അശ്രദ്ധയായിരിക്കും. നമുക്ക് ഇതിലേം കയറി പോകാം എന്നുള്ളൊരു ഒരു ധൈര്യമുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജാഗ്രത കുറയും.